ഏവർക്കും നമസ്കാരം. പ്രിയരെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ സബ്ജക്റ്റ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് നൂലും പട്ടവും എന്നതാണ്. പ്രിയരെ, നിങ്ങൾ അറിയേണ്ടത് ഈ പട്ടവും നൂലും തമ്മിൽ എന്താ ബന്ധം? പട്ടം പറപ്പിക്കുന്നത് കുട്ടികൾക്കൊരു വിനോദമാണല്ലേ. ഈ പട്ടം പറപ്പിക്കണമെങ്കിൽ അതിന്മേൽ എന്തുണ്ടാവണം? അത് ശരിയായ ദിശയിലേക്ക് അതിനെ പറഞ്ഞു വിടണമെങ്കിൽ അതിൻ്റെ നിയന്ത്രണം ആരെ ഏറ്റെടുക്കണം? മറ്റൊരാളെ ഏറ്റെടുത്ത് അയാളുടെ കയ്യിലെ ആ നൂല് പട്ടത്തെ കെട്ടിക്കൊണ്ട് എവിടെയോ നിന്നതിനെ ദിശാബോധത്തോടുകൂടി നിയന്ത്രിക്കുമ്പോഴാണ് ആ പട്ടം ആകാശത്ത് എയറിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്നത് അല്ലേ. ഇനി അതല്ല, നമ്മളുടെ നൂലിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നില്ല, പട്ടത്തെ അതിൻ്റെ വഴിക്ക് വിടുകയാണെങ്കിലോ തോന്നിയ വഴിയിലൂടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അലഞ്ഞു തിരിഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ടാവില്ലേ? ഇത് സത്യമല്ലേ? ഈ പട്ടവും നൂലും തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിലേക്കും കൂടി ഒന്ന് നോക്കിയാലോ. അപ്പോഴേ പട്ടത്തിന് നൂലിനോടുള്ള ബന്ധം എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? ആ പട്ടത്തെ നിയന്ത്രിക്കുക എന്നതാണ് എന്ന് പറയും. മറിച്ച് അതൊരു അച്ഛൻ്റെയും മകളുടെയും സംഭാഷണത്തിലൂടെ നാം ഒന്ന് നോക്കുകയാണെങ്കിൽ, അച്ഛൻ മകളോട് ചോദിക്കുന്നു, പട്ടം നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് പട്ടം പറപ്പിച്ച് കളിക്കാൻ. അപ്പോൾ ആ പട്ടം പറപ്പിക്കുന്നതിലെ നൂലിൻ്റെ ബന്ധം, നൂലിൻ്റെ പ്രാധാന്യം, അതിൻ്റെ റോള് എന്താണ് എന്ന് അച്ഛൻ മകളോട് ചോദിക്കുന്നു. അപ്പോൾ മകൾ പറയുന്നു, അച്ഛാ, നൂലല്ലേ അച്ഛാ ആ പട്ടത്തെ നിയന്ത്രിക്കുന്നത്. അത് കേട്ട് അച്ഛൻ തമാശ രൂപേണ പറഞ്ഞു, എന്നാൽ മോളുടെ ആ ഒരു കാഴ്ചപ്പാട് ശരിയല്ല. മറിച്ച് അച്ഛൻ പറഞ്ഞു കൊടുത്തു, ആ പട്ടത്തെ അതിൻ്റെ ശരിയായ ദിശയിലേക്ക് അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ എയറിൽ പറക്കുവാനായിട്ട് സഹായിക്കുക എന്ന ഒരു ഉത്തമ ദൗത്യമാണ് നൂലേറ്റെടുക്കുന്നത് എന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മളുടെയൊക്കെ ലൈഫിലേക്ക് നാം നോക്കുമ്പോൾ, നാം മാതാപിതാക്കൾ മക്കൾക്ക് ദിശാബോധം നൽകി മുന്നോട്ട് നയിക്കുക എന്ന ആ ഒരു സൂചനയല്ലേ ഈ പട്ടവും നൂലും തമ്മിൽ എന്ന ആ ഒരു ബന്ധം നമ്മളിലേക്ക് പകർന്നു തരുന്ന ആ ഒരു മൂല്യബോധം? തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ തലമുറയിലുള്ളത്. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണത്തോടു കൂടിയുള്ള സ്വാതന്ത്ര്യമാണ് കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരുവാൻ എപ്പോഴും നല്ലത്. നിയന്ത്രണമില്ലാതെ, തോന്നിയ വാസം, ദിശാബോധമില്ലാതെ വളരുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ സംഭവിക്കുന്നത് എന്താ? ഇന്നത്തെ തലമുറയിലെത്തുന്ന കുട്ടികൾ ഒരു 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പേ ദിശാബോധമില്ല, നിയന്ത്രണമില്ല, തോന്നിയ രീതിയിൽ തന്നിഷ്ടവുമായി മുന്നോട്ട് പോകുമ്പോൾ അവൻ്റെ വഴിയിൽ വന്ന് പെടുന്ന മായിക വലയങ്ങൾ പലതുമായിരിക്കും അല്ലേ. അപ്പോൾ അവിടെയൊക്കെ എന്തുണ്ടാവാം? ചില കുറുക്കു വഴികൾ അവനെ തേടി വരുന്നുണ്ടാകാം. സ്കൂളിൻ്റെ പരിസരത്ത് ഒളിഞ്ഞിരിക്കുന്ന ലഹരി മാഫിയ, ഈ ലഹരി മാഫിയയുടെ പിടിയിലൊക്കെ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ അനുസരണബോധത്തോടുകൂടി, മൂല്യബോധത്തോടുകൂടി, നല്ല നല്ല സ്വാഭാവികമായ ഗുണങ്ങൾ, പെരുമാറ്റശീലങ്ങൾ നല്ലതൊക്കെ പഠിച്ചു വരുവാനായിട്ട് വീട്ടിലുള്ള അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ തന്നെ ഗുരുക്കന്മാരുടെയും ഒക്കെ ശിക്ഷണം നല്ല രീതിയിൽ കിട്ടിപ്പോരുന്ന കുട്ടികൾക്ക് ഇതിനൊക്കെ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ലഹരിയാവാം, പക്ഷേ അതെന്തിനടിമയാകുന്ന ലഹരിയാവരുത്. നമ്മളെ മയക്കുന്ന, നമ്മളെ ഇല്ലാതാക്കുന്ന ലഹരിയുടെ വഴിയിലാവരുത് നാം പോകേണ്ടത്. മറിച്ച് നിങ്ങൾ ജയിക്കണം, നിങ്ങൾ വളരണം, നിങ്ങൾ വിജയിച്ച് കാണിക്കണം. നിങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ ലഹരിയാക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് പകർന്നു നൽകുന്ന പാഠങ്ങൾ ഓരോന്നും ഉൾക്കൊണ്ടുകൊണ്ട് നാളെ വിജയശ്രീ ലാളിതനായിട്ട് നിങ്ങളുടെ ജീവിതം തന്നെ ലഹരിയാക്കി മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന പ്രവർത്തനവുമായി നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കും മറ്റുള്ളവരോട്, ഇതാണ് എൻ്റെ ലഹരി, ഈ ജീവിതമാണ് എനിക്ക് പകരം വയ്ക്കുവാനുള്ളത്. ആ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് മാതൃകയാക്കാം. അത് അല്ലാതെ മദ്യം, മയക്കുമരുന്ന്, അതുപോലെ തന്നെ അതേപോലെ നമ്മളെ വശ്യരാക്കുന്ന പല മാഫിയ സംഘങ്ങളെയും നാം ഈ സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കുവാനായിട്ട് ഓരോ കുട്ടിയും അവരവരുടേതായ കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. ഇന്ന് പല പഞ്ചായത്ത് തലത്തിലും, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തലത്തിലും ലഹരിക്കെതിരെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം, ലഹരിക്കെതിരെ പോരാടുവാൻ ഇന്നിതാ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് കോലുമിഠായി. ഈ പദ്ധതിയിലൂടെ ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്യുന്നത് എന്തെന്നാൽ, കുട്ടികൾക്ക് ആവശ്യമുള്ളത് എന്തും, അതായത് ബുക്കുകളാവട്ടെ, പെൻസിൽ, സ്റ്റേഷനറി ഐറ്റംസ് ആവട്ടെ, ചെറിയ ചെറിയ സ്നാക്സ് ആവട്ടെ, അവർക്ക് എന്താണോ ആവശ്യം വേണ്ടത് അതെല്ലാം തന്നെ സ്കൂൾ കോമ്പൗണ്ടിലെ കുടുംബശ്രീ ചേച്ചിമാർ അവിടെ ഉണ്ടാകും.
അവർ വോളണ്ടിയേഴ്സ് എന്ന രീതിയിൽ അവരുടെ കരങ്ങളിൽ സുരക്ഷിതരായിട്ട് ഈ കുട്ടികൾ ആ സ്കൂൾ വലയത്തിൽ അല്ലെങ്കിൽ ആ സ്കൂൾ അങ്കണത്തിൽ ആരെങ്കിലും പുറത്തു നിന്ന് വരികയാണെങ്കിൽ അവരെ ഒന്ന് നോട്ടം വെക്കുവാനും അവർക്കെതിരെ സ്കൂൾ അധികൃതരെ അറിയിക്കുവാനും അങ്ങനെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ഇതാ വരികയാണ് കോലുമിഠായി എന്ന പദ്ധതി. അപ്പോൾ ഈ കോലുമിഠായി തീർച്ചയായിട്ടും നല്ലൊരു പദ്ധതി തന്നെയാണ്. അത് ഈ ലഹരിക്കെതിരെ മദ്യം, മയക്കുമരുന്ന് എന്നുള്ള ആ ഒരു മാഫിയ കുട്ടികളെ ഇല്ലാതാക്കുവാനായിട്ട് അവർക്ക് ചെറിയ ചെറിയ രീതിയിൽ വരുമാനമുണ്ടാക്കി കൊടുക്കുന്ന മാർഗമായിട്ട് കുട്ടികളെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ പോരാടേണ്ടത് ഓരോ ഉത്തമ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. സ്കൂൾ കോമ്പൗണ്ടുകളിൽ ജില്ലാ പഞ്ചായത്ത് ഇതിന്ന് തൃക്കാക്കരയിലുള്ള ഒരു ഗ്രാമപഞ്ചായത്തിലാണ് ഇതിന്ന് നടപ്പിലാക്കി പോന്നിട്ടുള്ളത്. ഈ ഒരു പദ്ധതി കോലുമിഠായി എന്ന പദ്ധതി എറണാകുളം ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി പോരുന്നത് പോലെ നമ്മുടെ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും അത് ഏറ്റെടുക്കണം. ഈ സാമൂഹ്യ വിരുദ്ധത അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ഈ മദ്യം, മയക്കുമരുന്ന് കുട്ടികൾക്കിടയിലേക്ക് കൊണ്ടുചെന്ന് മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം ഇതെല്ലാം സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുന്നതിന് കോലുമിഠായി പോലുള്ള പദ്ധതി പ്രവർത്തനങ്ങൾ, കുടുംബശ്രീ അംഗങ്ങളുടെ പങ്കാളിത്തം ഇതെല്ലാം തന്നെ വളരെയധികം ഉപകാരപ്രദമായിരിക്കും എന്ന വിശ്വാസത്തോടുകൂടി ഈ ഒരു വീഡിയോ ലഹരിക്കെതിരെ നിങ്ങൾ ഒരുങ്ങുക. സ്കൂൾ വിദ്യാർത്ഥികൾ, കോളേജ് തലത്തിലെ വിദ്യാർത്ഥികൾ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ജീവിതം തന്നെ പകർന്നു നൽകണം. ഇതാണ് എൻ്റെ ലഹരി. ഞാൻ വിദ്യാഭ്യാസം നേടി, ഞാൻ അറിവ് നേടുന്നത് നല്ലൊരു മൂല്യബോധമുള്ള മനുഷ്യനാകാനാണ്. എൻ്റെ മൂല്യബോധത്തിലൂടെ കിട്ടുന്ന അറിവ് ഞാൻ എൻ്റെ ജീവിതത്തിലുടനീളം ഞാൻ ഉപകരിക്കും, അത് ഞാൻ പ്രയോജനപ്പെടുത്തും. ആ ജീവിതത്തിലൂടെ കിട്ടുന്ന പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിനുള്ള മാർഗമാക്കി, നല്ലൊരു ജോലിയാക്കി, നല്ലൊരു തൊഴിലായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ എൻ്റെ ജീവിതം തന്നെയാണ് എനിക്ക് നിങ്ങളിലേക്ക് പകർന്നു തരാൻ പറ്റുന്ന ഏറ്റവും നല്ല ലഹരി എന്ന ഒരു സന്ദേശം ഞാൻ നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് നിങ്ങൾ ഒരുങ്ങുക. നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് അടിമയാക്കുവാനായിട്ട് നിങ്ങൾ നൽകരുത്. മറിച്ച് നിങ്ങളുടെ ജീവിതം ഒന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ആകുവാനുള്ളതാണ് നിങ്ങളുടെ ജീവിതം. അത് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എൻ്റെ ജീവിതം എൻ്റെ ലഹരി, മറ്റൊരു ലഹരിയും എനിക്ക് വേണ്ട. ഈ ലഹരിയിൽ ഞാൻ കഷ്ടപ്പെടും, ഞാൻ പഠിക്കും, ഞാൻ വിജയിക്കും. എൻ്റെ അച്ചീവ്മെൻറ്റ്സ് ഓരോന്നായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് പകർന്ന് കാണിച്ചു കൊടുക്കും. നിങ്ങൾക്കും ഈ വഴി വരാം. ഇതാവട്ടെ ലഹരി എന്ന് ഉറക്കെ മുദ്രാവാക്യം അല്ലെങ്കിൽ ആ ഒരു കാഹളധ്വനി നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും പകർന്നു നൽകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും കേൾക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഇപ്പോൾ വരെ നൽകിയുള്ള എല്ലാ പിന്തുണയ്ക്കും എല്ലാവരോടും സ്നേഹം, നന്ദി. താങ്ക് യു.